നമസ്കാരം, വെൽക്കം ടു മൈജി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് ഒപ്പോൻ്റെ ഓൾ ന്യൂ Oppo Reno 8 Pro 5G സ്മാർട്ട് ഫോൺ. അപ്പോൾ ക്വിക്കായിട്ട് നമ്മൾ ബോക്സിലെ കണ്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് സ്മാർട്ട് ഫോൺ കാണാൻ സാധിക്കും. ഗ്ലേസ്ഡ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്, നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള സ്മാർട്ട് ഫോണാണ് Oppo Reno 8 Pro. അപ്പോൾ ഫോണിലേക്ക് നമുക്ക് വരാം. അതിനുശേഷം നമുക്കൊരു ഈ രീതിയിലുള്ള ഒരു ബ്ലാക്ക് ബോക്സാണ് കാണാൻ സാധിക്കുക. ആൻഡ് ആ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ട്രാൻസ്പാരൻറ്റ് കേസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രാൻസ്പാരൻറ്റ് കേസാണ്. അതുകൂടാതെ കുറച്ച് പേപ്പർ വർക്ക്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയായിട്ട് സിം ഇജക്ടർ ടൂള് കാണാൻ സാധിക്കും. അതിനുശേഷം ബോക്സിൽ വരുന്നത് ചാർജറാണ്. ഇത് ഒരു 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 80 വാട്ട് സൂപ്പർ വൂക്ക് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 80 വാട്ട്സിൻ്റെ ചാർജറാണ്. അത് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ USB ടൈപ്പ് A ടു ടൈപ്പ് C കേബിളും ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ Oppo Reno 8 Pro സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഈവൻ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻ ഹാൻഡ് പ്രീമിയം ഫീൽ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ക്യാമറ മൊഡ്യൂളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിരിക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, താഴത്തായിട്ട് സ്പീക്കർ ഗ്രിൽ വരുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോൺ, സിം ട്രേ താഴെയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്, മുകളിലായിട്ട് മൈക്രോഫോണും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു സ്പീക്കർ ഔട്ടും മുകളിലായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ക്യാമറ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. 50 മെഗാ പിക്സൽസിൻ്റെ ആണ് മെയിൻ സെൻസർ. അതുപോലെ തന്നെ ഒരു 32 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ക് ക്യാമറ ആക്ച്വലി ഒരു സെപ്പറേറ്റ് മൊഡ്യൂളായിട്ടല്ല ക്യാമറ, ഐ മീൻ ആ ഒരു സെക്ഷൻ ഇങ്ങനെ ബ്ലെൻഡായിട്ട് ഫോണിൻ്റെ ബാക്കി ഡിസൈനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡായിട്ട് കയറുന്ന പോലെ നല്ല രീതിയിൽ തന്നെയാണ്, നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ മീഡിയ കൺസംഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോസൊക്കെ കാണാനായിട്ട് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ സ്ക്രീൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല അടിപൊളി തന്നെ നമുക്ക് മീഡിയം കാര്യങ്ങളൊക്കെ ഇതിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സൽസിൻ്റെ സോണി IMX സെൻസറാണ് മെയിൻ സെൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 8 മെഗാ പിക്സൽസിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സൽസ് മാക്രോ ലെൻസുമാണ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നത്. സൈഡിലായിട്ട് LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ വെച്ചെടുക്കാൻ സാധിക്കുന്നത്. 32 മെഗാ പിക്സൽസിൻ്റെ ഫ്രണ്ട് ക്യാമറ നല്ല അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉള്ള സെൽഫീസ് നമ്മളെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 12 GB ഓഫ് റാം ആൻഡ് 256 GB ഓഫ് സ്റ്റോറേജ് ആണ് വരുന്നത്. അതിൽ തന്നെ 12 GB പ്ലസ് 7 GB നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതിന് മുകളിലായിട്ട് ColorOS 12.1 യൂസർ ഇൻ്റർഫേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പെർഫോമൻസ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ Dimensity 8100 മാക്സ് ചിപ്സെറ്റ് ആണ്. അതൊരു മികച്ച ചിപ്സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് ഫൈനലി ഇതിനെല്ലാം പവർ ചെയ്യാനായിട്ട് ഒപ്പോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത് 4500 mAh ബാറ്ററിയാണ്. പക്ഷേ അതിനെ ചാർജ് ചെയ്യാൻ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു 80 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ ബോക്സിൽ തന്നെ ഒപ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 0 to 50% വെറും 11 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കുമെന്നാണ് ഒപ്പോ പറയുന്നത്. അപ്പോൾ അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു Oppo Reno 8 Pro 5G സ്മാർട്ട് ഫോൺ ഇപ്പോൾ മൈജിയിൽ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ലൈവ് ഡെമോ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് കയ്യിലെടുത്തതിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീലും, ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേയും കാര്യങ്ങളും, ഇതിൻ്റെ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ വളരെ മികച്ച ഒരു പ്രൈസിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാനായിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് മൈജി ഓർ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യും. സോ നമുക്കിനി മൈജിയുടെ അടുത്ത വേറൊരു റേഞ്ച് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until the next, Karthik Krishnan signing out. Thank you so much for watching.